നമസ്കാരം. ഇന്ന് എനിക്ക് പറയാനുള്ളത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇടവ ലഗ്നക്കാർക്ക് ഏത് തരത്തിലാണ് പ്രയോജനം ചെയ്യുന്നത് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഇടവ ലഗ്നക്കാർക്ക് ഒരുപാട് നാളുകളായി വ്യാഴം 12-ലും അതേപോലെ അനിഷ്ടസ്ഥിതിയിലും ശനിയുടെ ഇൻഫ്ലുവൻസിലും ഒക്കെ ആയിരുന്ന വ്യാഴം ലഗ്നത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. ലഗ്നം കൊണ്ട് തന്നെയാണ് ഭാവഫലം അനുഭവത്തിൽ ചിന്തിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഒരു വർഷം വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് എല്ലാവരും വീഡിയോ ഇടുന്നത് എങ്കിലും ഈ വ്യാഴം രാശി മാറുമ്പം വ്യാഴം ഒരു രാശിയിലേക്ക് മാറുന്നതിൻ്റെ ഫലം എല്ലാം പൂർണ്ണമായിട്ട് പോസിറ്റീവായിട്ട് തന്നെ കിട്ടണമെന്നില്ല. കാരണം മറ്റ് ഗ്രഹങ്ങളും അതിനോടൊപ്പം മാറുന്നുണ്ട്. വ്യാഴം ഒരു വർഷം ഒരു രാശിയിലേക്ക് മാറി നിൽക്കുമ്പോഴും സൂര്യനും ചൊവ്വയും ശുക്രനും ബുധനും ഓരോ ഭാവാധിപത്യമുള്ള ഗ്രഹങ്ങളായിരിക്കും ഓരോ ലഗ്നക്കാർക്ക്. ആ ഭാവാധിപത്യത്തിൻ്റെ ഫലം, അതായത് ആ ഗ്രഹങ്ങൾ ഓരോ രാശിയിലേക്ക് കടക്കുമ്പോഴുള്ള ആ ഫലം അനുഭവത്തിൽ വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ചിങ്ങ ലഗ്നമാണ് ഒരു വ്യക്തിയെങ്കിൽ ആ ചിങ്ങ ലഗ്നത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തൂടെയാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പക്ഷേ 7-ാം ഭാവത്തിൽ കൂടി 6-ാം ഭാവാധിപൻ സഞ്ചരിക്കുന്നു, ലഗ്നാധിപൻ 6-ൽ കൂടി സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ദോഷഫലവും എന്ന് വെച്ചാൽ ദേഹത്തിൻ്റെ സൗഖ്യക്കുറവ്, അതേപോലെ 6 കൊണ്ടുള്ള അനുഭവം, രോഗാവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു എന്നുള്ളത് കൂടാതെ ലഗ്നാധിപൻ്റെ അവസ്ഥ, അതേപോലെ 6-ാം ഭാവാധിപൻ്റെ അവസ്ഥ, ഇതെല്ലാം ചേർത്ത് വേണം ഒരു ഫലം ചിന്തിക്കാൻ. അങ്ങനെയിരിക്കെ നമുക്ക് ഇടവ ലഗ്നത്തിന് ഏറ്റവും നല്ല ഒരു സമയത്തിലേക്ക് കടക്കുകയാണ് വ്യാഴം രാശി മാറുന്നതോടുകൂടി. ലഗ്നത്തിലേക്ക് വ്യാഴം വരുമ്പോൾ മെയ് മാസത്തിൽ മെയ് 1-ാം തീയതി ആകുമ്പോൾ വ്യാഴം രാശി മാറി ലഗ്നത്തിലേക്ക് വരുമ്പോഴും 12-ൽ കൂടിയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ലഗ്നാധിപനായ ശുക്രനും 12-ൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അപ്പം മെയ് മാസം 11-ാം തീയതി ആകുമ്പോഴേ ശുക്രൻ 12-ൽ നിന്ന് ലഗ്നത്തിലേക്ക് ലഗ്നാധിപൻ വരുന്നതും അതേപോലെ മെയ് മാസം പകുതി ആകുമ്പോഴാണ് ഇടവമാസം 1-ാം തീയതി ആകുന്നത്. അപ്പോഴായിരിക്കും ഇടവ മാസത്തിലേക്ക് ഇടവൻ രാശിയിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതും. അതുവരെ ലഗ്നത്തിൻ്റെ 12-ൽ കൂടിയാണ് ശുക്രൻ ലഗ്നാധിപൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ വ്യാഴം ലഗ്നത്തിലേക്ക് വരുന്ന സമയത്തും ലഗ്നാധിപൻ 12-ൽ കൂടി സഞ്ചരിക്കുന്ന സമയം അത്ര നന്നായിരിക്കത്തില്ല. കൂടാതെ 4-ാം ഭാവാധിപൻ സുഖസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ സൂര്യൻ 12-ൽ കൂടി സഞ്ചരിക്കുമ്പോഴും അത്ര നന്നായിരിക്കത്തില്ല. പകുതിക്ക് ശേഷം, മെയ് മാസം പകുതിക്ക് ശേഷം ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് കടക്കുന്ന സമയത്ത് വ്യാഴം 11-ാം ഭാവാധിപനും അഷ്ടമാധിപനും കൂടിയായ വ്യാഴമാണ് ലഗ്നത്തിലേക്ക് വരുന്നത്. വ്യാഴം എന്ന് പറയുന്നത് അഷ്ടമാധിപനാകുമ്പോൾ മറഞ്ഞു കിടക്കുന്ന, ഹിഡനായിട്ട് ഏതെങ്കിലും പൂർവികമായിട്ട് ലഭിക്കാതെ കിടക്കുന്നതോ അപ്രതീക്ഷിതമായ ഏതെങ്കിലും ധനം ലഭിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു സമയത്ത്. അതേപോലെ ഭൂമി വഴിയുള്ള ലാഭം, പാർട്ട്ണർ വഴിയുള്ള ഏതെങ്കിലും കാര്യലാഭം ഉണ്ടാകാം. ചൊവ്വ 11-ൽ ലാഭസ്ഥാനത്ത് ഈ ഒരു കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. അതേപോലെ തന്നെ സന്താനങ്ങൾ മുഖാന്തരം ഏതെങ്കിലും അഭിവൃദ്ധി, സന്താനങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാം. കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികൾ ജനിക്കാനും പേരക്കുട്ടികൾ മുഖാന്തരം അഭിവൃദ്ധി ഉണ്ടാകാനും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനും ഗവേഷണ വിദ്യ, ഗൂഢശാസ്ത്രം മുതലായ കൈകാര്യം ചെയ്യാനും വിദേശത്തേക്ക് പോകാനും കർമ്മ സംബന്ധമായിട്ടുള്ള പുഷ്ടി ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാകുന്നു. കാരണം 11-ൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നു, 11-ൽ കൂടി ബുധൻ സഞ്ചരിക്കുന്നു, അതേപോലെ കർമ്മരാശിയിൽ കൂടി കർമാധിപൻ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് മെയ് മാസത്തിൽ ഈ ഒരു ഇടവ ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറുന്നത് കൊണ്ടുള്ള ഫലം എന്ന് പറയാം.
ഇനി ജൂൺ മാസമാകുമ്പോൾ ഇടവ ലഗ്നക്കാർക്ക് സൂര്യൻ, ബുധൻ, ഗുരു, ശുക്രൻ എന്നീ 4 ഗ്രഹങ്ങൾ ഇടവ രാശിയിൽ നിൽക്കുകയും അത് യഥാർത്ഥത്തിൽ 2ാം ഭാവത്തിൽ ആ ജൂൺ പകുതിയോടുകൂടി കടക്കുകയും ചെയ്യുന്നു. വ്യാഴം ലഗ്നത്തിൽ നിൽക്കുകയും സൂര്യനും ബുധനും ശുക്രനും 2ലേക്ക് കടക്കുകയും ചെയ്യുന്നു. കലാവാസനയോടുകൂടി നിൽക്കുന്നവർക്ക്, കലാമേഖലയിൽ നിൽക്കുന്നവർക്ക്, മീഡിയ രംഗത്തിൽ നിൽക്കുന്നവർക്ക്, അതേപോലെ അതേപോലെ ഉള്ള ഫിലിം മേഖലയിലുള്ളവർക്ക്, എഴുത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, ഏതെങ്കിലും പുസ്തക പ്രകാശനം നടത്താൻ വിചാരിക്കുന്നവർക്ക്, പബ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ അനുകൂലമായിട്ട് ഭൂമി ലാഭം ലഭിക്കാനും ഒക്കെ അനുകൂലമാണ്. എന്നാൽ കാൽപാദത്തിനോ കാൽമുട്ടിനോ അല്ലെങ്കിൽ ശിരസിനോ പരിക്ക് ഏൽക്കാനോ എന്തെങ്കിലും തലവേദന പോലുള്ള ഏതെങ്കിലും ആരോഗ്യ പ്രശ്നമോ ഉണ്ടാകാനോ സാധ്യതയുള്ള സമയമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ചൊവ്വ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ കർമ്മസംബന്ധമായിട്ട് നല്ല ലാഭമുള്ള സമയമാണ്. വിദേശ ധനം വരാനോ സന്താനങ്ങളുടെ ലാഭമുണ്ടാകാനോ സന്താനങ്ങൾ മുഖാന്തരം അനുകൂലമായിട്ടുള്ള സന്തോഷ വാർത്ത കേൾക്കാനോ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ലാഭമുണ്ടാകാനോ വിദ്യാർത്ഥികളായിട്ട് ഇരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഗവേഷണ വിദ്യയ്ക്ക് സാധ്യതയാകാനോ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർണ്ണമാക്കുന്നവർക്ക് മെഡിക്കൽ മേഖലയിലോ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിയമ മേഖലയിലേക്കോ സിവിൽ സർവീസ് ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനോ ഒക്കെ യോഗമുള്ള സമയമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക്, നടക്കാതിരിക്കുന്നവർക്ക് ഏപ്രിൽ മാസം കഴിയുമ്പോൾ, അതായത് മെയ് മാസം ആരംഭിക്കുമ്പോൾ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ജൂൺ മാസം ആകുമ്പോൾ ഏറ്റവും നല്ല ഒരു കാലഘട്ടമായിരിക്കും. കാരണം ലഗ്നാധിപനായ ശുക്രനും വിവാഹകാരകനായ ശുക്രനും ജൂൺ മാസം ആദ്യ കാലഘട്ടങ്ങൾ ലഗ്നത്തിൽ തന്നെ സഞ്ചരിക്കുന്ന സമയമാണ്. അതോടൊപ്പം ഷൂട്ടിംഗ് മേഖല, ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സംവിധാനം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ഡാൻസ് കലാമേഖലയുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക്, കലാ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഈ ഒരു വാരം. ഈ ഒരു വാരമല്ല, ഈ 15 ദിവസത്തിന് ശേഷം, ജൂൺ മാസം 15-ാം തീയതിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം. അപ്പം ജൂൺ മാസത്തിൽ ഇടവ ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും കൂടി കണക്കിലെടുത്തുള്ള ഒരു അവതരണമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇനി ജൂലൈ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് മിഥുന മാസവും കർക്കിടക മാസവും ഉൾപ്പെട്ട മാസങ്ങളായിരിക്കും മലയാള മാസത്തിൽ. ആ കാലഘട്ടത്തിൽ തന്നെ ജൂലൈ മാസത്തിൽ ലഗ്നത്തിലേക്ക് ചൊവ്വ കടക്കുന്ന ഒരു സമയം 13-ാം തീയതി, ജൂലൈ 13-ാം തീയതി ലഗ്നത്തിലേക്ക് ചൊവ്വയും കടക്കുന്ന ഒരു സമയം വരികയാണ് ഇടവ ലഗ്നക്കാർക്ക്. അങ്ങനെ വരുമ്പോൾ 7ാം ഭാവാധിപൻ കൂടിയാണ്. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ കൂടി ലാഭമുണ്ടാകാനോ ഭൂമി ലാഭമുണ്ടാകാനോ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട്, വാഹനം മുതലായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. സഹോദരങ്ങളിൽ നിന്ന് ഗുണം ലഭിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. എന്നാൽ അല്പ ആരോഗ്യ പ്രശ്നം, തലവേദന, അല്ലെങ്കിൽ ശിരസിന് ഏതെങ്കിലും പരിക്ക്, കണ്ണിന് കാഴ്ചക്കുറവ്, അങ്ങനെ എന്തെങ്കിലും വന്നേക്കാം. എങ്കിലും അധികരിക്കാൻ യോഗമില്ല. കാരണം വ്യാഴം ആ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്. അതേപോലെ തന്നെ ഗൂഢശാസ്ത്രം പഠിക്കാനോ അല്ലെങ്കിൽ വൈദ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രാപ്തി കൂടാനോ യോഗമുള്ള കാലഘട്ടമാണ്. അതുപോലെ തന്നെ ശുക്രനും 3-ാം ഭാവത്തിലേക്ക്, കമ്മ്യൂണിക്കേഷൻ ഭാവത്തിലേക്ക് ഏകദേശം ജൂലൈ പകുതിയോടുകൂടി കടക്കുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആശയവിനിമയ രംഗത്ത് അഥവാ ജേർണലിസം മേഖലയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ പബ്ലിക്കേഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കർമ്മസംബന്ധമായിട്ട്
നല്ല വിദേശകർമ്മം അല്ലെങ്കിൽ നല്ല ജോലിക്ക് സ്ഥിരമായിട്ടുള്ള ജോലിക്ക് ഉറപ്പില്ലാതിരുന്ന ഒരു സാഹചര്യമൊക്കെ മാറി അനുകൂലമായിട്ടുള്ള കാലഘട്ടം വരികയാണ്. പിതൃവഴിയുള്ള ധനലാഭമോ പിതൃവഴിയുള്ള ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ലഭിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. പരദേശത്തേക്ക് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ കച്ചവട മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കോ ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ ജൂലൈ മാസവും. ഇടവ ലഗ്നക്കാർക്ക് വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്ന കാലത്തിൻ്റെ ഫലം എന്നുള്ളത് ചിന്തിക്കുക. ഇനി അതേപോലെ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ സൂര്യൻ കർക്കിടകൻ രാശിയിലും ചിങ്ങൻ രാശിയിലും കടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് തന്നെ ഓഗസ്റ്റ് 27 വരെ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകുമെങ്കിലും സഹോദര ഗുണവും ഭൂമി ലാഭവും അതേപോലെ തന്നെ കൃഷി ഉൽപ്പന്നങ്ങളിലെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ലാഭം ഉണ്ടാകാനും അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ മുഖാന്തരം ധനം ലാഭമുണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വന്ന് മാറാനും യോഗമുണ്ട്. കൂടാതെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നിൽക്കുന്നവർക്ക് പുതിയ ഏതെങ്കിലും സംരംഭം ആരംഭിക്കാൻ വിചാരിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ഡാൻസ് അതേപോലെ വാദ്യം ഇൻസ്ട്രുമെൻസുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് പാട്ട് നൃത്തം വാദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അതേപോലെ ഫിലിം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും സീരിയൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. പിന്നെ ഏതെങ്കിലും പുതിയ കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരംഭിക്കാനോ കൺസ്ട്രക്ഷൻ പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഹോം അപ്ലയൻസ് മേഖലയുമായിട്ട് എന്തെങ്കിലും പുതിയ സംരംഭം ആരംഭിക്കാനോ അതേപോലെ തന്നെ നിലവിലുള്ള ഹോം അപ്ലയൻസ് മേഖലയിൽ നിലവിലുള്ളവർക്ക് ജ്വല്ലറി മേഖലയിൽ നിലവിലുള്ളവർക്കും അതേപോലെ ടെക്സ്റ്റൈൽ മേഖല കൈകാര്യം ചെയ്യുന്നവർക്കും നിലവിൽ പ്രവർത്തിക്കുന്ന മേഖലയ്ക്കെല്ലാം മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകും ഈ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനം ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വാദസംബന്ധമായ അസുഖങ്ങൾ അലർജി സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അലട്ടിയേക്കാം എന്നുള്ളത് നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് ചിന്തിക്കാം. കൂടാതെ ഈ മാസത്തിൽ തന്നെ 25 ആകുമ്പോൾ ഓഗസ്റ്റ് മാസം 25 ആകുമ്പോൾ ലഗ്നാധിപനായ ശുക്രൻ നീചാവസ്ഥയിലേക്ക് കടക്കുന്നു. ആ സമയത്ത് ഏതെങ്കിലും കീർത്തി പ്രശസ്തി മുതലായ ആ കാര്യങ്ങൾക്ക് അല്പകാല താമസമോ ബുദ്ധിമുട്ടുകളോ ഏർപ്പെടാനും യോഗമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ഇനി ഇടവ ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം സെപ്റ്റംബർ മാസത്തിൽ എങ്ങനെയെന്ന് പരിശോധിക്കാം. വ്യാഴത്തിന്റെ രാശിമാറ്റം സെപ്റ്റംബർ മാസത്തിൽ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ശുക്രൻ ഏകദേശം പകുതിയോളം നീചാവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ ബുധൻ വക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്കും സന്താനങ്ങൾക്കും വളരെ മെച്ചപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു വക്രസ്ഥിതി കൊണ്ട്. അതേപോലെ എഞ്ചിനീയറിംഗ് മേഖല കമ്പ്യൂട്ടർ സയൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതേപോലെ ഏതെങ്കിലും ആനിമേഷൻ രംഗത്ത് ബന്ധപ്പെടുന്നവർക്ക് എഡിറ്റിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അതേപോലെ ഭൂമിയിൽ നിന്നുള്ള ലാഭം ധനലാഭം ഉണ്ടാകുന്നവരും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. എന്നാൽ സന്താനങ്ങൾ മുഖാന്തരം എന്തെങ്കിലും വിഷമതകൾ അനുഭവത്തിൽ വന്നേക്കാം എന്നുള്ളതും യോഗമുള്ളൊരു കാലഘട്ടമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഏർപ്പെടാവുന്ന ഒരു കാലഘട്ടമാണ് ഈ സെപ്റ്റംബർ മാസം. എന്നാൽ സെപ്റ്റംബർ മാസം 19 ശേഷം ലഗ്നാധിപൻ സ്വന്തം രാശിയായ തുലാൻ രാശിയിലേക്ക് മൂലക്ഷേത്രത്തിൽ കടക്കുന്നു എന്നുള്ളതും ഉപജയ രാശിയിലേക്ക് കടക്കുന്നതിനാലും അഭിവൃദ്ധി ഏതെങ്കിലും വിവാഹത്തിന് ശേഷം അഭിവൃദ്ധി അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തി മൂലം പല കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകാനും വീട് വാഹനം മുതലായ കാര്യങ്ങൾ ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം.
അതേപോലെ വിദേശ ധനം, പരദേശത്ത് നിന്നുള്ള ജോലി, പരദേശത്തേക്ക് പോകാനുള്ള യോഗം, അല്ലെങ്കിൽ കർമ്മ സംബന്ധമായിട്ട് പരദേശത്ത് നിന്ന് ധനം വരാനോ പരദേശ കമ്പനികളിൽ കൂടി നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യാനോ യോഗമുള്ള പരദേശ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി പരദേശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് തന്നെ പരദേശ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് അതുവഴിയുള്ള ധനം വന്നാലും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം. സെപ്റ്റംബർ മാസത്തിൽ വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം ഇടവ ലഗ്നക്കാർക്ക് അനുഭവപ്പെടുന്നത് മറഞ്ഞു കിടക്കുന്ന ധനം ലഭിക്കാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. ഇനി ഇടവ ലഗ്നക്കാർക്ക് തന്നെ ഒക്ടോബർ മാസത്തിൽ വ്യാഴം രാശി മാറിക്കൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്യുമെന്ന് നോക്കാം. ഒക്ടോബർ മാസത്തിൽ വ്യാഴം ലഗ്നത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ആ കാലഘട്ടത്തിൽ ചൊവ്വയും ആ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. 20-ാം തീയതി ഒക്ടോബർ 20-ാം തീയതിക്ക് ശേഷം കർക്കിടകത്തിൽ നീചാവസ്ഥയിൽ കടക്കുന്നു. അല്പ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ അനുഭവക്കുറവ് ഉണ്ടാകാൻ, ചിലപ്പോൾ ഒരുപക്ഷെ ഭൂമി സംബന്ധിക്കുന്ന ഏതെങ്കിലും തർക്കം ഉണ്ടാകാനും ഒക്കെ യോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ സൂര്യനും ബുധനും തുലാം രാശിയിലേക്ക് സൂര്യൻ കടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ബുധനും അതേപോലെ 13-ാം തീയതി തുലാം രാശിയിലേക്ക് കടക്കും. സൂര്യനും തുലാം രാശിയിലേക്ക് കടക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടം ആകുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൂടി അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ കൂടി അഭിവൃദ്ധി ലഭിക്കാനും സർവീസ് മേഖലയിൽ കീർത്തിയോ പ്രശസ്തിയോ ഒക്കെ ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ കണ്ണിന് അല്പ കാഴ്ചക്കുറവ്, ചില സമയങ്ങളിൽ ഏതെങ്കിലും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ വിവാഹം നടക്കാൻ യോഗമുള്ള ലഗ്നാധിപൻ 7-ൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശുക്രൻ രാശി മാറുന്ന ഒരു കാലമാണ്. 20-ാം തീയതിയൊക്കെ ആകുമ്പോൾ ശുക്രൻ ഒക്ടോബർ 20-ാം തീയതി 7-ലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ലഗ്നാധിപൻ 7-ൽ കൂടി സഞ്ചരിക്കുകയും 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ബന്ധം വരികയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ അനുകൂലമായിട്ടുള്ള വിവാഹാദി കാര്യങ്ങൾ നടക്കാൻ, വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെ അനുകൂലമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ കൂടി എന്തെങ്കിലും ധനലാഭമോ പരദേശത്തുനിന്ന് പാർട്ട്ണർ വഴി ഏതെങ്കിലും അനുകൂലമായിട്ടുള്ള ലാഭം ലഭിക്കാനോ, പരദേശത്തേക്ക് വിദ്യാർത്ഥികൾക്ക് പോകാനോ, അതേപോലെ പരദേശത്തേക്ക് സന്താനങ്ങൾ മുഖാന്തരം അനുഭവ ഗുണം ഉണ്ടാകാനോ യോഗമുള്ള കാലഘട്ടമാണ്. അതേപോലെ തന്നെ എല്ലാ അനുഭവ ഗുണങ്ങളും ധനപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടും അനുഭവ ഗുണം ഉണ്ടാകാൻ യോഗമുള്ള കാലഘട്ടമാണ്. കമ്പ്യൂട്ടർ മേഖലയിൽ മാത്രമല്ല, അനിമേഷൻ മേഖല, അതേപോലെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി മേഖല, അതേപോലെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ ഫിലിം അങ്ങനെ ഏതൊരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ കലാമേഖല, കലാകാരന്മാരുടെ സ്റ്റേജ് പെർഫോമൻസിന്റെ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ടീച്ചിങ് മേഖലയിൽ സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഭൂമി ലാഭം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ്, അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, അതേപോലെ ഭൂഷിടാദികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ശുക്രൻ 7-ൽ കൂടി ഒക്ടോബർ മാസത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം. ഇനി അതുപോലെ തന്നെ നവംബർ മാസത്തിലേക്ക് ഗ്രഹങ്ങളുടെ പകർച്ച അനുസരിച്ചിട്ട് മറ്റ് ഗ്രഹങ്ങളുടെ പകർച്ച അനുസരിച്ചിട്ട് ഇടവ ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം ഏത് തരത്തിലായിരിക്കുമെന്ന് നോക്കാം. ഇടവ ലഗ്നക്കാർക്ക് 7-ലേക്ക് സൂര്യനും ബുധനും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ശുക്രൻ അഷ്ടമത്തിലേക്ക് മറയുന്ന ഒരു കാലഘട്ടമാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഏതെങ്കിലും പേരുദോഷം കേൾക്കാൻ, അപകീർത്തി ഏതെങ്കിലും വന്നു ചേരാൻ യോഗമുണ്ട് എങ്കിലും ആ അപകീർത്തിയിൽ നിന്ന്
രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് സ്റ്റോണിൻ്റെയോ അടിവയറ് സംബന്ധിക്കുന്ന കണ്ണിന് കാഴ്ചക്കുറവോ മുതലായ ഏതെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകാനോ, ചെറിയ മുറിവുകളോ പരിക്കുകളോ ചെറിയ മൈനർ ഓപ്പറേഷനോ എന്തെങ്കിലും വന്നേക്കാനോ, യൂട്രസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ ഉണ്ടാകാനോ, എന്നാൽ വലിയ തരത്തിലുള്ള ഒരു ദോഷമോ ദുരിതങ്ങളോ ഉണ്ടാകാതിരിക്കാനും യോഗമുണ്ട്. അതേപോലെ സന്താന ലാഭം ഉണ്ടാകാനും വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രാപ്തി ഉണ്ടാകാനും അതേപോലെ വിദേശ ധനം വരാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. സൂര്യൻ 7ലേക്ക് കടക്കുന്ന ഒരു കാലം വരുമ്പോൾ, വൃശ്ചികം 16-ാം തീയതി സൂര്യൻ 7ലേക്ക് കടക്കുന്ന ഒരു കാലം വരുമ്പോൾ വീട്, വാഹനം മുതലായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം, ബന്ധുഗുണം ലഭിക്കാനും ബന്ധുക്കളുടെ കൂടിച്ചേരൽ ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. അതേപോലെ തന്നെ പഠന സംബന്ധമായ ഏത് മേഖലയിലേക്ക് വിദേശത്തേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചാലും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. എഞ്ചിനീയറിംഗ് മേഖലയിലും അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കും ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ്. നവംബർ മാസത്തിൽ വ്യാഴം ഇടവ ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് ഉള്ള ഫലം. ഇനി ഡിസംബർ മാസത്തിൽ ഇടവ ലഗ്നക്കാർക്ക് വ്യാഴം അവിടെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് പരിശോധിക്കാം. ശുക്രൻ കുംഭൻ രാശിയിലേക്ക് കടക്കും. 16-ാം തീയതി ആകുമ്പോൾ കുംഭൻ രാശിയിലേക്ക് കടക്കും. അതേപോലെ സൂര്യനും അഷ്ടമത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ബുധൻ 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ശനി 10-ൽ കൂടി സഞ്ചരിക്കുന്നു. കർമ്മസംബന്ധമായ ലാഭം, പിതൃവഴിയുള്ള ലാഭം, പിതാവിന് അഭിവൃദ്ധി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലഭിക്കാം. വീട്, വാഹനം മുതലായ കാര്യങ്ങൾ ലഭിക്കാനും പിതാവിന് അനുഭവ ഗുണങ്ങൾ ലഭിക്കാനും അതേപോലെ മാതാവിന് അനുഭവ ഗുണം ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. വിവാഹത്തിൽ കൂടി ലാഭം ഉണ്ടാകാനും വിവാഹത്തിൽ കൂടി അഭിവൃദ്ധി ഉണ്ടാകാനും പാർട്ട്ണർ വഴിയുള്ള അനുകൂലമായിട്ടുള്ള ഫലം ലഭിക്കാനും യോഗമുണ്ട്. എന്നാൽ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഭൂമി തർക്കമോ എന്തെങ്കിലും ഉണ്ടാകാനോ ചെറിയ കേസോ വഴക്കോ എന്തെങ്കിലും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആശയവിനിമയ രംഗത്ത് നിൽക്കുന്നവർക്ക് അല്പശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. അനാവശ്യമായ കുരുക്കുകളിലേക്ക് ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ വാക്കിൽ കൂടി ഏതെങ്കിലും ദോഷദുരിതങ്ങൾ വന്നേക്കാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. വ്യാഴം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട്, ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് എല്ലാം തരണം ചെയ്യാൻ യോഗമുണ്ട്. എന്നാൽ ക്ലേശപ്പെടേണ്ട ഒരവസ്ഥയും കൂടി ആ ഒരു കാലഘട്ടത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് അടിവയറ്, കാൽപാദം, കാൽമുട്ട് ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ മുറിവോ പരിക്കോ അതേപോലെ ഉള്ള ഏതെങ്കിലും കാര്യങ്ങൾ അനുഭവത്തിൽ വന്നേക്കാവുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ദൈവാധീനമുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് അല്പം മെച്ചപ്പെട്ട ഒരവസ്ഥ കാണുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ഇനി ഇടവ ലഗ്നക്കാർക്ക് വ്യാഴം ലഗ്നത്തിലേക്ക് രാശി മാറി നിൽക്കുമ്പോൾ ജനുവരി മാസത്തിൽ എങ്ങനെയായിരിക്കും ഫലം എന്ന് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു, പക്ഷേ ചൊവ്വ വക്രഗതിയിൽ 2ലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. ചൊവ്വ വക്രഗതിയിൽ ജനുവരി 21-ാം തീയതി കടക്കും. ആ സമയത്ത് തന്നെ സൂര്യനും ബുധനും സൂര്യൻ മകരത്തിലേക്ക് കടക്കുന്ന 15-ാം തീയതിക്ക് ശേഷം മകരത്തിലേക്ക് കടക്കും. അതേപോലെ തന്നെ ബുധൻ 7-ൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടം. എന്നാൽ മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും രോഗങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. അതേപോലെ വാക്കുകളിൽ കൂടി ശത്രുക്കൾ ഉണ്ടാകാനും സാധ്യതയുള്ള ഒരു സമയമാണ്. കണ്ണിന് അല്പ കാഴ്ചക്കുറവോ ചെറിയ പരിക്കുകളോ മുറിവുകളോ ഏതെങ്കിലും ഉണ്ടാകാനോ
യോഗമുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് അതീവ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നാൽ ഗൂഢശാസ്ത്രം പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ്. അതേപോലെ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് സന്താനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ്. സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. പിതൃ വഴിയുള്ള ധനം ലഭിക്കാനോ പിതാവിന് അഭിവൃദ്ധി ലഭിക്കാനോ പിതാവിന് കർമ്മസംബന്ധമായ ഉയർച്ച ലഭിക്കാനോ മാതാവിന് കർമ്മസംബന്ധമായ ഉയർച്ച ലഭിക്കാനോ ഈ ഒരു കാലഘട്ടത്തിൽ ഇടവലഗ്നക്കാർക്ക് ഏറ്റവും അനുകൂലമാണ്. സന്താന യോഗം ഇല്ലാതെ ഇരിക്കുന്നവർക്ക് സന്താന അനുഭവ ഗുണം ലഭിക്കാനും യോഗമുള്ള കാലഘട്ടമാണ്. സന്താനങ്ങൾ വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ റിസർച്ച് മുതലായ കാര്യങ്ങൾ പഠിക്കാനോ യോഗമുള്ള കാലഘട്ടമാണ്. സർക്കാരിൻ്റെ പരീക്ഷ എഴുതി, അതായത് PSC ടെസ്റ്റൊക്കെ എഴുതിയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് റിസൾട്ടിന് അനുകൂലമായിട്ടുള്ള റിസൾട്ട് വരാനും ഇടവലഗ്നക്കാർക്ക് യോഗമുള്ള ഒരു കാലഘട്ടമാണ്. ഗവൺമെൻറ് പോസ്റ്റിംഗ് ഒക്കെ ലഭിക്കാൻ കർമാധിപന്റെ രാശിയിൽ സൂര്യൻ കടക്കുന്ന ഒരു സമയമായതിനാൽ കർമ്മ സംബന്ധമായിട്ട് അഭിവൃദ്ധി ലഭിക്കാനുള്ള യോഗം ഉള്ള കാലഘട്ടമാണ്. അതേപോലെ തന്നെ പ്രൊമോഷൻ, കർമ്മത്തിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കാനും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ഇനി ഇടവലഗ്നക്കാർക്ക് വ്യാഴം ഇടവത്തിലേക്ക് പകർന്നിരിക്കുന്ന സമയത്ത് ഫെബ്രുവരി മാസത്തിൽ എങ്ങനെയായിരിക്കും ഫലം എന്ന് നോക്കാം. സൂര്യൻ കുംഭൻ രാശിയിലേക്ക് കടക്കും. കർമ്മ രാശിയിലേക്ക് സൂര്യൻ കടക്കുന്ന സമയമാണ് 13-ാം തീയതി. അതേപോലെ തന്നെ കർമ്മരാശിയിൽ ശനി കർമാധിപൻ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ ബുധൻ 10ലേക്ക് കടക്കുന്ന 9-ൽ നിന്ന് 10ലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം കൊണ്ടും കർമ്മ പുഷ്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഫെബ്രുവരി മാസത്തിൽ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഭാഗ്യത്തിന്റെ അനുഭവ ഗുണം നല്ലതായിട്ട് ലഭിക്കാൻ യോഗമുള്ള കാലമാണ്. പിതൃവഴിയുള്ള സ്വത്ത്, മാതൃവഴിയുള്ള ഗുണം, ബന്ധുക്കളുടെ ഗുണം ഇവയൊക്കെ ലഭിക്കാൻ യോഗമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കൂടി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. റിസർച്ച് മേഖലയിൽ IPS, IAS, സിവിൽ സർവീസ് മേഖലയിൽ ബന്ധപ്പെട്ട് പരീക്ഷ എഴുതാനോ പഠിക്കാനോ തീരുമാനിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ, സ്കോളർഷിപ്പ് ലഭിക്കാൻ, അന്യദേശത്ത് പോയി സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ, അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല പോസ്റ്റിങ്ങിന് സാഹചര്യമുള്ള സമയമാണ്. അതേപോലെ സർവീസിൽ ഇരിക്കുന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രൊമോഷൻ ലഭിക്കാനും പ്രൊമോഷൻ ലിസ്റ്റുകളിലേക്ക് കടന്നുകൂടാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. വീട്, വാഹനം മുതലായ കാര്യങ്ങൾ വാങ്ങിക്കാനും അഭിവൃദ്ധി ഉണ്ടാകാനും വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ട് അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഫെബ്രുവരി മാസം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും പ്രിപ്പറേഷന് ആയിട്ട് അതായത് ഹയർ സ്റ്റഡീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം ഇടവലഗ്നക്കാർക്ക്. ഇനി മാർച്ച് മാസത്തിൽ ഇടവലഗ്നക്കാർക്ക് എങ്ങനെയായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലം എന്ന് നോക്കാം. ഇടവലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി ഇടവത്തിൽ നിൽക്കുന്ന കാലത്തും ചൊവ്വ വക്രഗതിയിൽ തന്നെ 2-ൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് സയൻസ്, എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക്, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ കർമ്മ സംബന്ധമായിട്ട് പോസ്റ്റിംഗ് ലഭിക്കാനും അതേ മേഖലയിൽ തന്നെ ഈ മേഖലയിൽ പഠിക്കുന്നവർക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മേഖല, അതേപോലുള്ള ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖല, റെയിൽവേ, ഇലക്ട്രിസിറ്റി, റവന്യൂ, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ യൂണിഫോം ജോബിൽ പ്രവർത്തിക്കുന്നവർക്ക്, മിലിറ്ററി, ആർമി ഫോഴ്സുകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ IAS, IPS ഉദ്യോഗസ്ഥർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ലഗ്നാധിപൻ 11-ൽ ഉച്ചനായിട്ട് നിൽക്കുന്നു. അതേപോലെ ആ മേഖലയിൽ പഠിക്കുന്നവർക്ക്, അതായത് സിവിൽ സർവീസ് ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സൂര്യനും
11ാം ഭാവത്തിലേക്ക് മീനൻ രാശിയിലേക്ക് 15-ാം തീയതി കടക്കുന്ന ഒരു സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നല്ല പുഷ്ടിയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ഈ ഒരു ഇടവ ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി നിൽക്കുന്നതിൻ്റെ ഫലം. അതേപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഏപ്രിൽ മാസത്തിൽ വ്യാഴം രാശി മാറി ഏപ്രിൽ മാസം 2025 ഏപ്രിൽ മാസത്തിൽ വ്യാഴം രാശി മാറി നിൽക്കുന്ന ഇടവ ലഗ്നക്കാർക്ക് വേറൊരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ട അവസ്ഥ വരുന്നു. കർമാധിപനായ ശനി മാർച്ച് 30-ാം തീയതി രാശി മാറി മീനൻ രാശിയിലേക്ക് വരുന്നു. മാർച്ച് 30-ാം തീയതി, അതായത് 2025 മാർച്ച് 30-ാം തീയതി ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് കടക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, പല ജ്യോതിഷികളുടെ ഇടയിൽ നിന്നും ജന്മശനി, കണ്ടകശനി എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുമ്പോഴും ഈ 4 രാശികൾ ശനി സഞ്ചരിക്കുന്ന സ്ഥലത്ത്, അതായത് ധനു, മകരം, കുംഭം, മീനം രാശികളിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയും ഏഴരാണ്ട ശനിയും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് ഈ യഥാർത്ഥത്തിൽ ഞാൻ പല പോസ്റ്റുകളിലും പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ ഏറിയത് പോലും 12-ൽ കൂടിയും ജന്മരാശിയിൽ കൂടിയും 2-ൽ കൂടിയും ശനി സഞ്ചരിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആ ഭരണം തുടങ്ങിയത്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കണ്ടകശനി, ഏഴരാണ്ട ശനി, ജന്മശനി കൊണ്ടാണ് എല്ലാം നശിച്ചു പോയതെന്ന് പേടിപ്പിക്കുന്ന ആ ഒരു സമ്പ്രദായം നിലനിൽക്കാൻ പാടില്ല. ഇനി പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു കാലഘട്ടം ആയിരിക്കുന്നു. ഇനി ഇടവ ലഗ്നക്കാർക്ക്, ഇടവ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ 11ലേക്ക് കർമാധിപൻ സഞ്ചരിക്കുന്നു. ഭാഗ്യാധിപനും കർമാധിപനുമായ ശനി ലാഭസ്ഥാനത്തേക്ക് വരുന്നു. കർമ്മത്തിൽ കൂടി അതീവ ലാഭം ലഭിക്കാൻ 11ാം ഭാവാധിപൻ ലഗ്നത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതേപോലെ കർക്കിടകത്തിലേക്ക് ചൊവ്വ 3-ാം തീയതി, ഏപ്രിൽ മാസം 3-ാം തീയതി തിരിച്ച് വക്രഗതി അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നു. എന്നാലും അല്പ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നം, കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും തടസ്സങ്ങൾ, ആശയവിനിമയ രംഗത്തൂടെ ഏതെങ്കിലും ശത്രുക്കളെ ഉണ്ടാകാനൊക്കെ യോഗമുള്ള സമയമാണ്. ഇളയ സഹോദര ഭാവത്തു നിന്ന് ഏതെങ്കിലും അസ്വസ്ഥത ഉണ്ടായേക്കാം. അതുകൊണ്ട് അല്പശ്രദ്ധയോടുകൂടി സംസാരിക്കുന്നതും നല്ലതായിരിക്കും. എന്നാൽ സൂര്യനും ശുക്രനും ശനിയും ബുധനും എല്ലാം വളരെ ബലവാനായിട്ട് ഈ രാശി ഏപ്രിൽ മാസത്തിൽ തുടക്കത്തിൽ 11ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പിതൃവഴിയുള്ള ലാഭം, സന്താനം വഴിയുള്ള ലാഭം, വിദ്യാഭ്യാസ മേഖലയിൽ കൂടിയുള്ള ലാഭം, കലാരംഗത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഗുണം, അതേപോലെ ആഭരണ ഭൂഷണാദികൾ രംഗത്ത് നിൽക്കുന്നവർക്ക് നല്ല ലാഭം ലഭിക്കാൻ, കൃഷി ഉൽപ്പന്നങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടം, വിദേശ യാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം, സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടാൻ അനുകൂലമായിട്ടുള്ള സമയം, അതേപോലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക്, ടീച്ചിങ് പ്രൊഫഷനിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പിതൃവഴിയുള്ള ലാഭം ലഭിക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്, വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാനോ അതേപോലെ അത് വാങ്ങി റിനോവേഷൻ നടത്താനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം. എന്നാൽ മേടൻ രാശി, മേടൻ രാശിയിലേക്ക് ഏപ്രിൽ 15ഓടുകൂടി സൂര്യൻ കടക്കുന്ന ഒരു സമയം വരുന്നത് കൊണ്ട് അല്പം ആരോഗ്യ പ്രശ്നങ്ങളോ ബന്ധുക്കളുമായിട്ട് അകൽന്ന് നിൽക്കാനോ ഒക്കെ യോഗവും കൂടി സമ്മിശ്രമായിട്ട് വരാവുന്ന ഒരു കാലഘട്ടമാണ്. കൂടാതെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഞാൻ ഈ ഏപ്രിൽ മാസം വരെയുള്ള ഫലമാണ് ഒരു വർഷം, മെയ് 2024 മുതൽ ഏപ്രിൽ 2025 വരെയുള്ള ഫലമാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇടവൻ ലഗ്നക്കാർക്ക് ഞാൻ ഇവിടെ പറഞ്ഞത്. അതേപോലെ വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മെയ് 15-നാണ് പകരുന്നത്. 2025 മെയ് 15-ന് പകരുമ്പോഴും ഇടവൻ ലഗ്നക്കാർക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമായിരിക്കും. 2-ാം ഭാവത്തിലേക്ക് വ്യാഴം പകരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള
സമയമായിരിക്കും. വ്യാഴം ഇടവ ലഗ്നക്കാർക്ക് രാശി മാറുന്ന ഈ ഒരു വർഷക്കാലത്ത് പക്ഷേ സമ്മിശ്രമായിട്ട് മറ്റ് ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിൻ്റെയും കൂടെ ഫലം ചേർത്ത് വേണം ചിന്തിക്കാൻ. ഒരു വർഷം മുഴുവനും വ്യാഴം അനുകൂലമായിട്ട് മാത്രം ഫലം ചെയ്യും എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇതും കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആണ് ഞാൻ ഇന്ന് ഈ പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്.